ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. PSC വൺ ടൈം പ്രൊഫൈലിനെ കുറിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10th പ്രിലിംസ് പരീക്ഷകൾ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. പക്ഷേ സാധാരണ രീതിയിൽ ഒരു റിസൾട്ട് PSC പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലാണ് ആദ്യം വരാറ്. നമുക്ക് മെസ്സേജ് വരാറുണ്ട് മൊബൈൽ നമ്പറിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൽ ID-യിലേക്കും നമുക്ക് ഇൻഫർമേഷൻ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുമുതൽ തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാവരും ആശങ്കയിലായിരുന്നു. പക്ഷേ PSC ഔദ്യോഗികമായി റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ അതിലുണ്ടാകുന്നുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രൊഫൈലിൽ വരാത്തത് എന്ന രീതിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തുടർച്ചയായി ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു, അധികം വൈകാതെ തന്നെ പ്രൊഫൈലിൽ വന്നു തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ PSC അതിൻ്റെ റിസൾട്ടുകൾ ഇന്നലെ മുതൽ തന്നെ പ്രൊഫൈൽ കുറേശ്ശെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ സംശയം എന്താ വെച്ചാൽ പലരും പല ലിസ്റ്റുകളിലും പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചില ലിസ്റ്റുകളുടെ മാത്രം വന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഒരുപാട് തസ്തികകൾ ചേർന്നിട്ടുള്ള പ്രിലിംസിൻ്റെ പരീക്ഷയായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് PSC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സമയമെടുക്കുകയാണ്. റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അത് സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ വൺ ടൈം പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി PSC കുറച്ച് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെയായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു 2-3 തസ്തികകളുടെ വന്നതാണ് സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ പ്രൊഫൈലിൽ കയറി മൈ റിസൾട്ട്സ് എന്നുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള PSC അപ്ഡേറ്റ് ചെയ്ത തസ്തികകളുടെ റിസൾട്ടുകൾ അതിൽ കാണാം. ഇത് കണ്ടില്ല എന്ന് വെച്ചിട്ടും ആരും ടെൻഷൻ അടിക്കേണ്ട. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ വിജയിച്ച എല്ലാ തസ്തികളുടെയും റിസൾട്ട് നമ്മുടെ പ്രൊഫൈലിൽ കാണാവുന്നതാണ്. അതിനനുസരിച്ചാണ് നമ്മൾ മെയിൻ പരീക്ഷ എഴുതേണ്ടത്. മെയിൻ പരീക്ഷയുടെ തീയതികളും PSC ഒരുവിധം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് പ്രത്യേകം കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ളത്, അതിന് വേറെ കൺഫർമേഷൻ കൊടുക്കേണ്ട എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സബ്മിറ്റഡ്, അഡ്മിറ്റഡ്, ഡിസ്പോസ്ഡ് ഇങ്ങനെയുള്ള 3 ഇൻഡിക്കേഷൻസ് പല തസ്തികകളിലും നിങ്ങൾക്ക് കാണാം. ഇതാണ് പലരുടെയും പ്രശ്നം. ചിലർ പരീക്ഷകൾ ജയിച്ചിട്ടുണ്ട്, ചിലർ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ചില തസ്തികകൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണുന്നത് പലതും വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ PSC അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമ്മളൊരു തസ്തികയ്ക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈ അപ്ലിക്കേഷൻസിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ സബ്മിറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായിട്ട് കാണാം. നമ്മുടെ ആ തസ്തികയ്ക്ക് നേരെ സബ്മിറ്റഡ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അപേക്ഷ അയച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ തുടർച്ചയായിട്ട് PSC നമ്മളെ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്കൊരു ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ അവിടെ നേരെ അഡ്മിറ്റഡ് എന്ന് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് കഴിഞ്ഞു, വീണ്ടും അഡ്മിറ്റഡ് എന്ന് കാണിക്കുമ്പോൾ അത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നൊരു സംശയം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ ഇത് മുമ്പത്തെ അഡ്മിറ്റഡ് തന്നെയാണ്. ഒരു പക്ഷേ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രിലിംസ് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റഡ് തന്നെയാണ് ഇപ്പോഴും പല പ്രൊഫൈലുകളും കാണുന്നത്. അത് അധികം വൈകാതെ PSC അത് റിമൂവ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ചില തസ്തികകൾ PSC അപ്ഡേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില തസ്തികകൾ ഡിസ്പോസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളൊരു പരീക്ഷ എഴുതി അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതാതിരുന്നാൽ അവിടെയാണ് ഡിസ്പോസ്ഡ് എന്ന് നേരെ കാണുന്നത്. അതും PSC ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കുകളൊക്കെ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുതിയ ചില പരീക്ഷകൾക്ക് സബ്മിറ്റഡ് എന്നും അല്ലെങ്കിൽ അഡ്മിറ്റഡ് എന്നും ഡിസ്പോസ്ഡ് എന്നൊക്കെ മാറി കിടക്കുന്നത്. ഇത് അധികം വൈകാതെ തന്നെ PSC ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും. കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കുക. ഇനി അതിനുള്ളിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ PSCയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. കൂടുതൽ എല്ലാ തസ്തികകളുടെയും റിസൾട്ട് PSC വൺ ടൈം പ്രൊഫൈലിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.